ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു റിനീസ് വേൾഡ്. അപ്പം നമ്മൾ വന്നിട്ടുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള ഈ ഒരു ടോപ്പിൻ്റെ സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞു പോവാണ് കേട്ടോ. അപ്പം എളുപ്പം തന്നെ നമുക്ക് സിമ്പിളായിട്ട് പഠിച്ചു പോവാം. സിമ്പിളായ മെത്തേഡിൽ തന്നെയാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ക്ലോത്ത് എടുക്കുന്ന സമയത്ത് 4ആയിട്ട് ഫോൾഡ് ചെയ്യുക. ഫോൾഡ് ചെയ്തതിന് ശേഷം 2 സെപ്പറേറ്റ് ചെയ്തെടുക്കുക. നമ്മൾ ബോഡി പാർട്ട് ആൻഡ് അതിൻ്റെ താഴത്ത് വരുന്ന പ്ലീറ്റ്സ് ഉള്ള പാർട്ട് തമ്മിൽ സെപ്പറേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ബോഡി പാർട്ട് വരുന്നത് ഒരു 13 ഇഞ്ചിലാണ് ഞാൻ മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ബാക്കി വരുന്ന താഴത്തുള്ളത് എത്ര വീതി ഉണ്ടോ അതിനനുസരിച്ചിട്ട് നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാനുള്ളതാണ് താഴത്തുള്ള പോർഷൻ വരുന്നത്. അത് നിങ്ങൾക്ക് എത്ര ലെങ്ത് ആണ് വേണ്ടത്, ഫുൾ ലെങ്ത് ആണെങ്കിൽ അതിനനുസരിച്ചുള്ള ലെങ്ത്ത് മാർക്ക് ചെയ്യുക. അല്ലെങ്കിൽ നമ്മളൊരു കുറച്ച് ലെങ്ത്ത് കുറവാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മാർക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഫുൾ ലെങ്ത്ത് കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ലെങ്ത്തും കാര്യങ്ങളും നിങ്ങൾ മാർക്ക് ചെയ്യണേ. അപ്പം ഞാൻ ഇതേപോലെ രണ്ടും നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ബോഡി പാർട്ട് നമ്മളൊന്ന് മാറ്റി വെച്ചിട്ട് ബാക്കി വരുന്ന ഈ പാർട്ടില്ലേ ഇത് നമ്മൾ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ടിട്ട് നമുക്കൊന്ന് ചെയ്തെടുക്കാം. അത് സിമ്പിളായിട്ട് തന്നെ നമ്മളൊരു വലിയ സ്റ്റിച്ച് ഇട്ട് കൊടുത്തുകൊണ്ടൊന്ന് നൂല് വലിച്ചാൽ തന്നെ നമുക്ക് ആ ഒരു ചെറിയ പ്ലീറ്റ്സും കാര്യങ്ങളും കിട്ടും. അപ്പോൾ ഞാനിതിൻ്റെ സെലക്ടർ ഒരു 4 വലിയ ലെങ്ത്തിലിട്ടിട്ട് ഇതേപോലെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ സ്ട്രെയിറ്റ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നൂല് രണ്ടായിട്ടുള്ള ഭാഗത്ത് ഒരു നൂല് മാത്രം നമ്മൾ വലിക്കുന്ന സമയത്ത് ഇങ്ങനെ പ്ലീറ്റ്സ് ഇങ്ങനെ കറക്റ്റായിട്ട് വരും കേട്ടോ. അങ്ങനെ രണ്ടും നമുക്ക് അങ്ങനെ ഒന്ന് കണക്കാക്കി വെക്കാം. എന്നിട്ട് നമ്മൾ ബോഡി പാർട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങൾ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് ഈ പ്ലീറ്റ്സ് ലെവൽ ചെയ്തിട്ട് ആ ഒരു മെഷർമെൻറ്റിന് ലെവൽ ചെയ്തിട്ട് നമുക്ക് കൊടുത്താൽ മതി. അപ്പം ഇതേപോലെ നമ്മളിങ്ങനെ ഒരു നൂല് മാത്രം സെപ്പറേറ്റ് ഒരു നൂല് മാത്രം ഇങ്ങനെ വലിക്കുന്ന സമയത്ത് കണ്ടില്ലേ ഈ ഒരു രീതിക്ക് നമുക്ക് കിട്ടും കേട്ടോ. അങ്ങനെ എല്ലാ ഭാഗത്തേക്കും കറക്റ്റായിട്ട് എല്ലാ സൈഡിലും ഒരേ ഒരു പ്ലീറ്റ്സ് കാര്യങ്ങളൊക്കെ വരുന്ന ലെവലിൽ നമ്മളൊന്ന് ലെവൽ ചെയ്തിട്ട് കൊടുക്കേ. അപ്പോൾ നമ്മളിങ്ങനെ ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ ബാക്ക് പാർട്ടിലും നമ്മൾ ഇതേപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. ഈ ഒരു മെത്തേഡിൽ തന്നെ അങ്ങനെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് രണ്ടും നമുക്ക് സെറ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഇനി ബോഡി പാർട്ടിലേക്ക് കട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന ലെവലിൽ ഇതേപോലെ പ്ലീറ്റ്സ് കണക്കാക്കുക. എന്നിട്ട് നമുക്കത് മാറ്റിയേക്കാം. അതേപോലെ ഇതിൻ്റെ ഒരു പാർട്ടും കൂടി വരുമല്ലോ ബാക്ക് പാർട്ടിലേക്ക് വരുന്നത്, അതും ഇതേപോലെ തന്നെ നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ കഴിഞ്ഞ വീഡിയോസ് ഇതേപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് കാര്യങ്ങൾ കാണാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം ഇതാ നമ്മളിനി അടുത്ത ഭാഗം ഇതേപോലെ തന്നെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ടിപ്പം ഈ ലെവലിൽ വേണം നമുക്ക് കണക്കാക്കാൻ. നമ്മൾ ബോഡി പാർട്ട് എത്ര വീതി ഉണ്ടോ ആ വീതിക്ക് അനുസരിച്ച് നമ്മൾ പ്ലീറ്റ്സ് കണക്കാക്കിയെടുക്കുക. അപ്പോൾ ബോഡി പാർട്ട് എത്ര എടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ബോഡി പാർട്ട് ഏകദേശം 13 ഇഞ്ച് ലെങ്ത്താണ് നമുക്കുള്ളത്. ഇനി നമുക്കിതിൽ ഷോൾഡർ മാർക്ക് ചെയ്യാം. ഷോൾഡർ ഞാൻ 7 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഷോൾഡർ 7 ഇഞ്ച് കൊടുത്തു. പിന്നെ അവിടെ ചെറിയൊരു സ്ലോപ്പ് വരുമല്ലോ അതിന് 4 ഇഞ്ച് ഞാനിപ്പോൾ തന്നെ ഒന്ന് മാർക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ ആം ഹോൾ കാര്യങ്ങളൊന്നും വരാതെ ലൂസ് ഫിറ്റ് ആയിട്ടുള്ള ഒരു അബായ സ്റ്റൈലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ആം ഹോൾ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ഞാൻ നെക്ക് കൊടുക്കുന്നത് സെയിം അളവ് തന്നെയാണ്. 3 ഇഞ്ച് വിടുത്തും 4 ഇഞ്ച് ലെങ്ത്താണ് കൊടുക്കുന്നത്. ഒരു റൗണ്ട് ഷേപ്പിലുള്ള നെക്കാണ് കൊടുക്കുന്നത്. ബാക്കും ഫ്രണ്ടും ഒരേപോലെയാണ് കേട്ടോ. അപ്പം ആ രീതിയിലുള്ള നെക്കാണ് കൊടുക്കുന്നത്. ചെറിയൊരു സ്ലോപ്പ് ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ ഇതിലെ മെയിൻ മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. നമ്മൾ നെക്ക് ബാക്കും ഫ്രണ്ടും കട്ട് ചെയ്തു. പിന്നെ ഒരു 4 ഇഞ്ച് നമ്മൾ സ്ലോപ്പും വരച്ചങ്ങാണ്ട് നമ്മുടെ അവിടെ ഒന്ന് കട്ട് ചെയ്യാനുണ്ടാവും. പിന്നെ നമ്മുടെ സ്ലീവിൻ്റെ ഭാഗമാണ് കേട്ടോ ബാക്കി വരുന്നത്. നമ്മൾ ആംഹോൾ കാര്യങ്ങളില്ല, നേരെ സ്ലീവിലേക്കാണ് വരുന്നത്. സ്ലീവ് ഒരു 12 ഇഞ്ച് വീതിയാണ് എനിക്കുള്ളത്. അപ്പോൾ ഞാൻ 12 ഇഞ്ച് വീതി തന്നെ കൊടുക്കുന്നുണ്ട്. 12 ഇഞ്ച് ബാക്കി നമ്മൾ സ്റ്റിച്ച് ചെയ്യാനെടുക്കാം കേട്ടോ. 12 ഇഞ്ച് ഇതേപോലെ ഞാൻ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീതിക്കാണ് നമ്മുടെ സ്ലീവ് ഉണ്ടാവുക. സ്ലീവിൻ്റെ ലെങ്ത്ത് ഏകദേശം ഒരു 16 ഇഞ്ചോളം എനിക്ക് ഈ ഒരു ക്ലോത്തിൽ കിട്ടുന്നുണ്ട് കേട്ടോ. വീതി അനുസരിച്ച് നോക്കുകയാണെങ്കിൽ 16 ഇഞ്ചോളം വരുന്നുണ്ട്. അപ്പം ഇതിൽ 15 ഇഞ്ചാണ് ഞാൻ നമ്മുടെ ആ ഒരു ഷേപ്പ്, നമ്മുടെ ഡ്രസ്സിൻ്റെ ഒരു ഷേപ്പ് അളവിൽ കണക്കാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ബോഡി പാർട്ടിൽ 15 ഇഞ്ച്. ഇതൊരു ലൂസ് ഫിറ്റ് അബായ സ്റ്റൈലാണല്ലോ. അപ്പോൾ നമുക്ക് 15, 14, 12 ആ ഒരു ലെവലിൽ എടുക്കുക കേട്ടോ. അത്യാവശ്യം ലൂസായിട്ട് ഫ്രീ ആയിട്ട് ഇടുന്ന സൈസല്ല. അപ്പോൾ 15 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത്. ആ 15 ഇഞ്ച് അവിടെ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെ സ്ലീവിലേക്ക് അങ്ങനെ ജോയിൻ കൊടുക്കുകയാണ്. അത് ഇതേപോലെ ഒന്ന് കുറച്ച് മുകളിലേക്ക് കയറ്റിയിട്ട് നമ്മൾ ഈ കൈയിലേക്ക് ജോയിൻ ചെയ്യുന്ന ലെവലിൽ ഇതേപോലെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ സ്റ്റിച്ചിങ്ങിന് പോകാനുള്ളതാണ്. അങ്ങനെ നമ്മൾ സ്ലീവോടെ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ ബോഡി പാർട്ടിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോവുകയാണ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടി ഇതേപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നെക്ക് നമ്മൾ ക്രോസ് പീസോ ക്യാൻവാസോ നിങ്ങളെ ഐഡിയക്ക് അനുസരിച്ചിട്ട് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ.
അപ്പം നെക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് പിന്നെ ബോഡി പാർട്ടിലേക്ക് ആ പ്ലീറ്റ്സ് തമ്മിൽ ജോയിൻ ചെയ്യുക. പിന്നെ നമ്മൾ ഈ സ്ലീവിൻ്റെ അടുക്കം നമ്മൾ താഴത്തേക്കായിട്ട് സ്റ്റിച്ച് ചെയ്ത് പോവുകയാണ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം വരുന്ന അധിക മോഡൽ ഈ ഒരു അബായ സ്റ്റൈലാണ്. ഈ അബായ സ്റ്റൈലിൽ തന്നെ പ്ലീറ്റ്സ് ഇട്ടിട്ട് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു മെത്തേഡാണ് ഞാനിപ്പോൾ ഈ കാണിച്ചു പോയിട്ടുള്ളത്. യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഫുള്ളും സ്കിപ്പ് ചെയ്യാതെ കാണാം. ഞാനിപ്പോൾ നെക്ക് രണ്ടും മാർക്ക് ചെയ്തിട്ടുള്ളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഫ്രണ്ടിലും ബാക്കിലും സെപ്പറേറ്റ് ചെയ്തിട്ട് ബാക്കിൽ കുറച്ച് മതി എന്നുള്ളെങ്കിൽ അതിനനുസരിച്ച് വേണം കേട്ടോ നിങ്ങൾ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ഇവിടെ ഫ്രണ്ടും ബാക്കും ഒരേപോലെ 4 ഇഞ്ചാണ് നമ്മൾ ലെങ്ത്ത് കൊടുത്ത് 3 ഇഞ്ച് വിഡ്ത്തും കൊടുത്തിട്ടുണ്ട്. ഷോൾഡർ 4 ഇഞ്ച് നമ്മൾ സ്ലോപ്പ് കൊടുത്തിട്ട് ഇതേപോലെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടോ. പിന്നെ നമുക്ക് കട്ടിങ്ങും കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇനി നമുക്ക് സ്റ്റിച്ചിങ് ആണ് മെയിനായിട്ട് വരുന്നത് കേട്ടോ. അപ്പം നമ്മൾ നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ബോഡി പാർട്ടിലേക്ക് നമ്മൾ ഈ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തത് 15 ഇഞ്ച് ലെങ്ത്തിലേക്ക് കണക്കാക്കിയിട്ട് നമ്മളവിടെ മാർക്ക് ചെയ്തിട്ടില്ലേ, ആ മാർക്കിങ്ങിലേക്ക് ഇതേപോലെ നല്ല വശം ചേർത്തുങ്ങാണ്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് 15 ഇഞ്ച് വീതിക്കുള്ള ആ ഭാഗം വരെ നമ്മൾ പ്ലീറ്റ്സിൻ്റെ ആ ഒരു തുണി വരും. ബാക്കി നമ്മൾ സ്ലീവാണ് കേട്ടോ വരിക. അപ്പോൾ ഇതേപോലെ ഉണ്ടാവും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ. ബാക്ക് പാർട്ടും ഇതേപോലെ പ്ലീറ്റ്സ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടും തമ്മിൽ ഷോൾഡർ ജോയിൻ ചെയ്യുക. പിന്നെ സ്ലീവ് മുതൽ താഴത്തേക്ക് അങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് താഴ് ഭാഗവും സ്റ്റിച്ച് ചെയ്ത് മടക്കി അടിക്കുകയാണെങ്കിൽ അതും കൂടി ചെയ്യുക. ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്യുക. പിന്നെ മറിച്ചിട്ടിട്ട് സ്ലീവ് മുതൽ താഴ് ഭാഗം വരെ നോർമൽ ഒരു കർവ് കാര്യങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ പണി. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട. ഇതേപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് ഇനി വീണ്ടും വരാം. കാണാത്ത വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊന്നും മറക്കണ്ട. അപ്പോൾ താങ്ക്